വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കുക. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കഷ്ണം ഇഞ്ചി. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുക്കുക. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനൊന്ന് മൊരിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് മൊരിയണ്ട. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഈ ചെമ്മീനൊന്ന് മൊരിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 3 സവാള കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വഴറ്റിയിടുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന് ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കില്ല കേട്ടോ. ഇതേപോലെ പച്ചക്ക് സവാള ഇട്ടിട്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ചെമ്മീൻ റോസ്റ്റിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടി തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം. നമ്മൾ ഈ 1 ടീസ്പൂൺ എടുത്ത് വെച്ചേക്കണ പെരിഞ്ജീരകത്തിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ശരിക്ക് ഈ ചെമ്മീനിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് സവാള ഇതിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. കാരണം നമ്മുടെ പച്ച സവാള ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ പെരിഞ്ജീരകവും കൂടി ഇതിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ്. ഇനി ഏറ്റവും അവസാനം കുറച്ചും കൂടി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുണ്ട്.
അതും കൂടി ഇട്ട് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ പൊടി ഒറ്റയടിക്ക് ഒന്നിച്ചിട്ട് കൊടുത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്മെല്ലൊന്നും കിട്ടില്ല. ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിലേക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മസാല വേണമെന്നുണ്ടെങ്കിൽ സവാള കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതേപോലെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.